ഹായ് എവരിവൺ, വെൽക്കം ടു അഡ്രിനാലിൻ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഈസോഫാഗസ് ആണ്. സോ ഈസോഫാഗസ് തൊറാക്സിലും അബ്ഡോമനിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം ഈസോഫാഗസ് ഈസ് എ നാരോ മസ്കുലർ ട്യൂബ് എക്സ്റ്റെൻഡിങ് ഫ്രം ദ ഫാരിങ്സ് ടു സ്റ്റൊമക്ക്. നമ്മളിങ്ങനെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് എടുക്കുമ്പോൾ മൗത്ത്, ബക്കൽ ക്യാവിറ്റി, അതുപോലെ ഫാരിങ്സ്, ദെൻ അത് കഴിഞ്ഞ് ഈസോഫാഗസ് ആണ് വരുന്നത് ടു സ്റ്റൊമക്ക്. So it carries food from the pharynx to the stomach. It is about 25 cm long and provides passage for chewed food and liquid during the third stage of deglutition. ഫിസിയോളജിയിലെ ഡിഗ്ലൂട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അതിൻ്റെ തേർഡ് സ്റ്റേജിലാണ് നമ്മുടെ ഈസോഫാഗസിൽ കൂടെ ഫുഡ് പോകുന്നത്. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ ലോവർ പാർട്ട് of the neck and terminates in the upper part of the abdomen by joining the upper end of the stomach. So നമ്മുടെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അബൌട്ട് 25 centimeter in length and width about 2 centimeter. But lumen is flattened anteroposteriorly. അപ്പം നമ്മൾ anteroposteriorly നോക്കുമ്പോഴാണത് flattened. And normally it is kept closed and opens during the passage of food. ഫുഡ് പോകുമ്പോൾ അത് എന്താണ് ഡയലേറ്റ് ആയി ഓപ്പൺ ആയിട്ട് ഫുഡ് പോകും, അല്ലാത്തപ്പോഴൊക്കെ കൊളാപ്സ്ഡ് ഓർ ക്ലോസ്ഡ് ആണ്. എൻ്റെ കോഴ്സ് പറയുന്നത് ഈസോഫാഗസ് ബിഗിൻസ് ഇൻ ദ നെക്ക് at the lower border of the cricoid cartilage. ക്രിക്കോയിഡ് കാർട്ടിലേജിൻ്റെ ലോവർ പാർട്ടിലായിട്ടാണ് നമ്മുടെ ഈസോഫാഗസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് at C6 vertebra. And it descends in front of the vertebral column, passes through the superior and posterior mediastinum, pierces the diaphragm at the level of T10 vertebra and ends in the abdomen and at the cardiac orifice at the stomach at the level of T11 vertebra. അപ്പോൾ ഈ ലെവൽസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ക്രിക്കോയിഡ് കാർട്ടിലേജിൻ്റെ ലോവർ ബോർഡറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ലെവൽ എന്ന് പറയുന്നത് C6 വെർട്ടിബ്രയുടെ ലോവർ ബോർഡറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന് ലോങ് ആയിട്ടത് ഫ്രണ്ടിൽ കൂടെ അത് പാസ് ചെയ്യുന്നു. സുപ്പീരിയർ ആൻഡ് പോസ്റ്റീരിയർ മീഡിയാസിനകത്ത് കൂടെ പാസ് ചെയ്തിട്ട് ഡയഫ്രത്തിൽ കൂടെ അത് പിയേഴ്സ് ചെയ്ത് പോകുന്നു. അപ്പോൾ അത് ഏത് ലെവലാണ്? T10 ലെവലാണ്. ആൻഡ് അത് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എൻ്റർ ചെയ്യുന്നത് കാർഡിയാക് ഓർഫൈസസ് അവിടെയാണ്. T11 ആണ് ആ ലെവൽ. സോ ലെവൽസ് ഓർത്ത് വയ്ക്കുക. ദെൻ കർവേജർ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കർവേജർ, സോ നമ്മുടെ cervical portion of the esophagus commences in the midline, then it inclines slightly to the left of the midline at the root of the neck and enters the thoracic inlet and passes through the superior mediastinum. So നമ്മുടെ സർവൈക്കൽ പോർഷൻ ഈസോഫാഗസിൻ്റെ ഏറ്റവും ഫസ്റ്റ് പോർഷൻ മിഡ് ലൈനിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് റൂട്ട് ഓഫ് ദ നെക്ക് വരുമ്പോൾ ഇത് ജസ്റ്റ് ലെഫ്റ്റിലേക്ക് മാറും. അത് കഴിഞ്ഞ് തൊറാസിക് ഇൻലെറ്റിലേക്ക് എൻ്റർ ചെയ്യും. എന്നിട്ട് സുപ്പീരിയർ മീഡിയാസിനത്തിൻ്റെ കൂടെ പാസ് ചെയ്യും. ഇനി T5 വെർട്ടിബ്രയുടെ ലെവലാകുമ്പോഴത്തേക്കും ഇത് തിരിച്ച് വീണ്ടും മിഡ് ലൈനിലേക്ക് വരും, ലെഫ്റ്റിൽ നിന്ന് മിഡിലേക്ക് വരും. എന്നിട്ട് T7 ആകുമ്പോൾ ഇത് വീണ്ടും ലെഫ്റ്റിലേക്ക് പോകും. എന്നിട്ടത് മുന്നോട്ടേക്ക് ഇൻക്ലൈൻ ചെയ്തിട്ട് ഡിസെൻഡിങ് തൊറാസിക് അയോർട്ടയുടെ ഫ്രണ്ടിൽ കൂടെ പോയിട്ട് ഡയഫ്രത്തിനെ പിയേഴ്സ് ചെയ്യും. ഡയഫ്രത്തിൻ്റെ മിഡ് ലൈനിൽ നിന്ന് 2.5 centimeter ലെഫ്റ്റിലേക്ക് മാറിയിട്ടാണ് പിയേഴ്സ് ചെയ്യുന്നത്. എന്നിട്ട് ലെഫ്റ്റ് കോസ്റ്റൽ കാർട്ടിലേജിൻ്റെ അവിടെ വെച്ചിട്ട് ഹിയർ ദ ഫൈബേഴ്സ് ഓഫ് ദ റൈറ്റ് ക്രക്സ് ഓഫ് ദ ഡയഫ്രം സ്വീപ്സ് അറൗണ്ട് ദ ഈസോഫാജിയൽ ഓപ്പണിംഗ് ഫോമിങ് എ സ്ലിംഗ് അറൗണ്ട് ദ ഈസോഫാഗസ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഈസോഫാഗസ് സ്ട്രെയിറ്റ് ആയിട്ടല്ല പോകുന്നത്. സ്റ്റാർട്ടിങ് സെർവൈക്കൽ പോർഷൻ സ്ട്രെയിറ്റ് ആയിരുന്നു. അതിനുശേഷം റൂട്ട് ഓഫ് ദി നെക്ക് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് മാറുന്നു. എന്നിട്ട് തൊറാസിക് ഇൻലെറ്റിൽ കൂടെ പാസ് ചെയ്ത് സുപ്പീരിയർ മീഡിയാസിനത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ പോകുന്നു. T5 ലെവൽ വരുമ്പോൾ വീണ്ടും സ്ട്രെയിറ്റ് മിഡ് ലൈനിലേക്ക് വരുന്നു. T7 ആകുമ്പോൾ വീണ്ടും ലെഫ്റ്റിലേക്ക് മാറുന്നു. എന്നിട്ട് ഡയഫ്രത്തെ പിയേഴ്സ് ചെയ്യുന്നു. അത് മിഡ് ലൈനിൽ നിന്ന് ഒരു 2.5 centimeter ലെഫ്റ്റിലേക്ക് മാറിയിട്ടാണ് അത് പിയേഴ്സ് ചെയ്യുന്നത്. എന്നിട്ട് it enters the abdomen to join the stomach at the level of T11 vertebra and thus the esophagus presents the following curvatures. അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായി കുറച്ച് കർവേജേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ 2 ടൈപ്പ് കർവേജറാണുള്ളത്. 2 സൈഡ് ടു സൈഡ് കർവേജർ ആൻഡ്
ടു ആൻഡ്രോ പോസ്റ്റീരിയർ കർവേച്ചർ. കാരണം ഇവിടെ നമ്മൾ ലെഫ്റ്റിലേക്ക് മാറുന്നു എന്ന് പറയുന്നുണ്ട്, അതുപോലെ ഇൻ ഫ്രണ്ട്, ബിഹൈൻഡ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സോ രണ്ട് ടൈപ്പ് കർവേച്ചറാണുള്ളത്. സോ സൈഡ് ടു സൈഡ് കർവേച്ചർ, ദാറ്റ് ഈസ് ബോത്ത് ടുവാർഡ്സ് ദ ലെഫ്റ്റ് ആൻഡ് ടു ആൻഡ്രോ പോസ്റ്റീരിയർ കർവേച്ചേഴ്സ്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം സൈഡ് ടു സൈഡ് കർവേച്ചറിൽ ആദ്യത്തത് അറ്റ് ദ റൂട്ട് ഓഫ് ദ നെക്ക് നമ്മൾ പറഞ്ഞു ലെഫ്റ്റിലേക്ക് മാറും. സോ തൊറാസിക് ഇൻലെറ്റിലേക്ക് കയറുന്നതിന് മുന്നേ ലെഫ്റ്റിലേക്ക് മാറുന്നതാണ് ആദ്യത്തത്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് T7 വെർട്ടിബ്രയുടെ അവിടെ ഡിസെൻഡിങ് തൊറാസിക് അയോർട്ടയുടെ മുന്നിലായിട്ട്, അതായത് ഡിസെൻഡിങ് തൊറാസിക് അയോർട്ടയുടെ ഫ്രണ്ടിൽ വരുന്നതിന് മുന്നേ ആയിട്ട് ഒരു T7 വെർട്ടിബ്ര ലെവലിലായിട്ട് അടുത്ത കർവേച്ചർ നമ്മളിവിടെ പറയുന്നുണ്ട്. അറ്റ് ദ ലെവൽ ഓഫ് T5 വെർട്ടിബ്ര ഇറ്റ് റിട്ടേൺസ് ടു മിഡ് ലൈൻ. എന്നിട്ട് T7 ആകുമ്പോൾ വീണ്ടും ലെഫ്റ്റിലേക്ക് മാറുന്നുണ്ട്. അതിനുശേഷമാണ് തൊറാസിക് അയോർട്ടയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. സോ അതാണ് രണ്ട് സൈഡ് ടു സൈഡ് കർവേച്ചേഴ്സ്. സോ ഫസ്റ്റ് അറ്റ് ദ റൂട്ട് ഓഫ് ദി നെക്ക് ബിഫോർ എൻ്ററിങ് ദ തൊറാസിക് ഇൻലെറ്റ്, ആൻഡ് സെക്കൻഡ് അറ്റ് ദ ലെവൽ ഓഫ് T7 വെർട്ടിബ്ര ബിഫോർ പാസിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഡിസെൻഡിങ് തൊറാസിക് അയോർട്ട. രണ്ടാമത്തത് ടു ആൻഡ്രോ പോസ്റ്റീരിയർ കർവേച്ചേഴ്സ് പറഞ്ഞു. ഫസ്റ്റ് വൺ corresponding to the curvature of the cervical spine, and second one corresponding to the curvature of the thoracic spine. ഓക്കെ, സെർവൈക്കൽ സ്പൈൻ്റെ അവിടെയും, അതായത് നമ്മുടെ വെർട്ടിബ്രൽ കോളം തന്നെ ഒരു കർവ്ഡ് പോർഷൻ അല്ലേ. സോ അതാണ് പറയുന്നത്. ഒന്നാമത്തത് സെർവൈക്കൽ സ്പൈൻ്റെ അവിടെയും, രണ്ടാമത്തത് തൊറാസിക് സ്പൈൻ്റെ കർവേച്ചറിലും. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. അത് സ്പോട്ടിങ്ങിലാണെങ്കിലും നമ്മുടെ തിയറി പോർഷനിലാണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്ട്രക്ഷൻസ് ഓഫ് ദി ഈസോഫാഗസ്. സോ നോർമലി 4 കൺസ്ട്രക്ഷൻസ് ആണുള്ളത്. അതായത് അനാട്ടമിക്കലുള്ള കൺസ്ട്രക്ഷൻസ് ആണ്. The distance of each construction is measured from the upper incisor teeth. അതായത് നമ്മൾ ഈ ലെങ്ത് മെഷർ ചെയ്യുന്നത്, അതായത് ഫസ്റ്റ് കൺസ്ട്രക്ഷൻ എവിടെയാണ് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മുടെ അപ്പർ ഇൻസിസർ ടീത്തിൻ്റെ അവിടെ നിന്നാണ് ഇത്ര വരെ, അവിടെ നിന്നും ഇത്ര വരെ എത്തുമ്പോഴാണ്. ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ 9 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 9 സെൻറ്റിമീറ്റർ എത്തുമ്പോഴാണ് ആദ്യത്തെ കൺസ്ട്രക്ഷൻ. ഇൻസിസർ ടീത്തിൻ്റെ അവിടെ നിന്ന് 22.5 സെൻറ്റിമീറ്റർ പോകുമ്പോഴാണ് രണ്ടാമത്തെ കൺസ്ട്രക്ഷൻ, അങ്ങനെ പറയുന്നത്. സോ നമ്മൾ ഈ കൺസ്ട്രക്ഷൻസിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തത് നമ്മുടെ ഈ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്യുമ്പോൾ ട്യൂബ് പാസ് ചെയ്യത്തില്ലേ. സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ ഈ ട്യൂബ് എവിടം വരെ പോയി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒന്നാമത്തത്. അതുപോലെ ഈ കൺസ്ട്രക്ഷൻ അവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ഫോറിൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫോറിൻ ബോഡീസൊക്കെ ലോഡ്ജ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അവിടെയൊക്കെ ട്യൂമർ അല്ലെങ്കിൽ കാഴ്സനോമൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമുക്ക് കൺസ്ട്രക്ഷനിലേക്ക് കടക്കാം. ആദ്യത്തെ കൺസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ഫാരിഞ്ചിയോ ഈസോഫാജിയൽ കൺസ്ട്രക്ഷൻ. ദാറ്റ് ഈസ് ഫ്രം 9 സെൻറ്റിമീറ്റർ ഫ്രം ദി ഇൻസിസർ ടീത്ത്. ഇൻസിസർ ടീത്തിൻ്റെ അവിടെ നിന്ന് 9 സെൻറ്റിമീറ്റർ പോകുമ്പോഴാണ് ഫാരിഞ്ചിയോ ഈസോഫാജിയൽ ജംഗ്ഷൻ. രണ്ടാമത്തെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആർച്ച് ഓഫ് അയോർട്ട ക്രോസ് ചെയ്യുന്ന സ്ഥലം. ആദ്യത്തത് ഫാരിഞ്ചോ ഈസോഫാജിയൽ ജംഗ്ഷനിലാണ്. രണ്ടാമത്തത് ആർച്ച് ഓഫ് അയോർട്ട ക്രോസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 22.5 സെൻറ്റിമീറ്റർ ഫ്രം ദി ഇൻസിസർ ടീത്ത്. മൂന്നാമത്തെ കൺസ്ട്രക്ഷൻ എന്താണ്? ലെഫ്റ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കസ് ക്രോസ് ചെയ്യുന്ന സ്ഥലം, ദാറ്റ് ഈസ് 27.5 സെൻറ്റിമീറ്റർ. നാലാമത്തത് ഡയഫ്രം പിയേഴ്സ് ചെയ്യുന്ന സ്ഥലം, ദാറ്റ് ഈസ് 40 സെൻറ്റിമീറ്റർ ഫ്രം ദി ഇൻസിസർ ടീത്ത്. സോ ഫസ്റ്റ് വൺ ഫാരിഞ്ചോ ഈസോഫാജിയൽ ജംഗ്ഷൻ 9 സെൻറ്റിമീറ്റർ ഫ്രം ദി ഇൻസിസർ ടീത്ത്. സെക്കൻഡ് വൺ crossed by the arch of aorta 22.5 centimeter from the incisor teeth. മൂന്നാമത്തെ കൺസ്ട്രക്ഷൻ crossed by the left principal bronchus 27.5 centimeter from the incisor teeth. നാലാമത്തെ കൺസ്ട്രക്ഷൻ 40 centimeter from the incisor teeth where it pierces the diaphragm. ഓക്കെ ഇനി അതിൻ്റെ വെർട്ടിബ്രൽ ലെവൽ നമ്മൾ പറയുന്നുണ്ട്. ഫാരിഞ്ചോ ഈസോഫാജിയൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ C6 ആണ്. രണ്ടാമത്തത് T4, T6, T10. അപ്പോൾ C6, T4, T6, T10. ഓക്കെ, ഫിഗറിൽ നോക്കാം. ഫാരിഞ്ചോ ഈസോഫാജിയൽ കൺസ്ട്രക്ഷൻ, ആർച്ച് ഓഫ് അയോർട്ട ക്രോസ് ചെയ്യുന്നത്, ലെഫ്റ്റ് ബ്രോങ്കസ് ക്രോസ് ചെയ്യുന്ന സ്ഥലം, ആൻഡ് ഈസോഫാജിയൽ ഹയാട്ടസ് ഇൻ ഡയഫ്രം, അതായത് ഈസോഫാജിസിൻ്റെ അവിടെ പിയേഴ്സ് ചെയ്യുന്ന സ്ഥലത്ത്. ഓക്കെ,
ഇനി പാർട്സ് ഓഫ് ദി ഈസോഫാഗസ് ആണ്. ഈസോഫാഗസിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം: സെർവൈക്കൽ, തൊറാസിക് ആൻഡ് അബ്ഡമിനൽ പാർട്ട്. സെർവൈക്കൽ പാർട്ട് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ നീളത്തിലാണുള്ളത്. തൊറാസിക് 20 ആൻഡ് അബ്ഡമിനൽ പാർട്ട് 1 to 2 സെൻറ്റിമീറ്റർ ലെങ്തേ ഉള്ളൂ. കാരണം അത് അബ്ഡോമിനൽ കയറി ഉടനെ തന്നെ സ്റ്റൊമക്കുമായിട്ട് ജോയിൻ ചെയ്യും. സോ സെർവൈക്കൽ പാർട്ട് എക്സ്റ്റെൻസ് ഫ്രം ദി ലോവർ പാർട്ട് ഓഫ് ദ ക്രിക്കോയിഡ് കാർട്ടിലേജ് ടു ദ സുപ്പീരിയർ ബോർഡർ ഓഫ് മീഡിയസ്റ്റേണം സ്റ്റേണായി. അപ്പോൾ സ്റ്റേണത്തിൻ്റെ മീഡിയസ്റ്റേണത്തിൻ്റെ അവിടം വരെയാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. സെർവൈക്കൽ പാർട്ട് ജസ്റ്റ് 4 സെൻറ്റിമീറ്ററേ ഉള്ളൂ. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി ലോവർ ബോർഡർ. നമ്മൾ പറഞ്ഞല്ലോ എവിടെ തൊട്ടാ ഈസോഫാഗസ് തുടങ്ങുന്നത്? ഫ്രം ലോവർ ബോർഡർ ഓഫ് ദി ക്രിക്കോയിഡ് കാർട്ടിലേജ്. സോ അവിടെ മുതൽ മീഡിയാസ്റ്റീനത്തിൻ്റെ അവിടെ വരെയാണ്, സുപ്പീരിയർ ബോർഡർ വരെയാണ് സെർവൈക്കൽ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് തൊറാസിക് പാർട്ട്. അപ്പം എന്താണ്? സുപ്പീരിയർ ബോർഡർ ഓഫ് മീഡിയാസ്റ്റീനം തൊട്ട് ഈസോഫാജിയൽ ഓപ്പണിംഗ് ഇൻ ദ ഡയഫ്രം. മൂന്നാമത്തത് അബ്ഡമിനൽ പാർട്ട്. ഈസോഫാജിയൽ ഓപ്പണിംഗ് ഇൻ ദ ഡയഫ്രം ടു കാർഡിയക് എൻഡ് ഓഫ് ദ സ്റ്റൊമക്. അത്രയേ ഉള്ളൂ. അതിൻ്റെ ലെങ്ത് ഓർത്ത് വെച്ചേക്കുക 4, 20, 1 to 2 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഈസോഫാഗസിൻ്റെ റിലേഷൻസ് ആണ്. സോ ആദ്യത്തെ റിലേഷൻ ആൻറ്റീരിയർ റിലേഷൻസ്. അപ്പം നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമ്മൾ മനസ്സിൽ വിചാരിക്കുക ഈസോഫാഗസിൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെ ഉണ്ടാകും. ട്രക്കിയ കാണും, ആർച്ച് ഓഫ് അയോർട്ട കാണും, പിന്നെന്താ, ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ ലെഫ്റ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കസ് കാണും, റൈറ്റ് പൾമണറി ആർട്ടറി, ലെഫ്റ്റ് ഏട്രിയം എൻക്ലോസ്ഡിൻ്റെ പെരികാർഡിയം. ആറാമത്തത് ഡയഫ്രത്തിൽ പേഴ്സ് ചെയ്തിട്ടാണല്ലോ പോണത്. അപ്പോൾ കുറച്ച് പോർഷൻ ഫ്രണ്ടിലായിട്ട് കാണുമല്ലോ. സോ അത്രയും. അപ്പോൾ എന്തൊക്കെയാണ്? ട്രക്കിയ, ആർച്ച് ഓഫ് അയോർട്ട, ലെഫ്റ്റ് പ്രിൻസിപ്പൽ ബ്രോങ്കസ്, റൈറ്റ് പൾമണറി ആർട്ടറി, ലെഫ്റ്റ് ഏട്രിയം എൻക്ലോസ്ഡ് ഇൻ പെരികാർഡിയം ആൻഡ് ഡയഫ്രം. ഓക്കെ, ഇനി പോസ്റ്റീരിയറിൽ നമുക്ക് ഈ ഫിഗറിൽ നോക്കാം. ഒന്നാമത്തത് വെർട്ടിബ്രൽ ലെവൽ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ വെർട്ടിബ്ര ഉണ്ട്, റൈറ്റ് പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ ആർട്ടറീസ് ഉണ്ട്, തൊറാസിക് ഡക്റ്റ് ഉണ്ട്, അസേഗസ് വെയിൻ ഉണ്ട്, ഹെമി അസേഗസ് വെയിൻ ഉണ്ട്, ഡിസെൻഡിങ് തൊറാസിക് അയോർട്ട. അത് ഈ ഒരു ഫിഗർ വെച്ച് നമുക്ക് സുഖമായിട്ട് പറയാം. അപ്പോൾ എന്തൊക്കെയുള്ളത്? ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ വെർട്ടിബ്രൽ കോളം ഉണ്ട്, റൈറ്റ് പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ ആർട്ടറീസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ വെർട്ടിബ്രൽ കോളം ഉണ്ട്, റൈറ്റ് പോസ്റ്റീരിയർ ഇൻ്റർകോസ്റ്റൽ ആർട്ടറി ഉണ്ട്, അസേഗസ് വെയിനും ഹെമി അസേഗസ് വെയിനും ഉണ്ട്, തൊറാസിക് ഡക്റ്റ് ആൻഡ് ഡിസെൻഡിങ് തൊറാസിക് അയോർട്ട. 1, 2, 3, 4, 5, 6 അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ 6 ആൻറ്റീരിയർ റിലേഷൻ, 6 പോസ്റ്റീരിയർ റിലേഷൻ. ഇനി റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്? റൈറ്റ് ലങ്ങും പ്ലൂറയുണ്ട്, റൈറ്റ് ലങ് ആൻഡ് പ്ലൂറ. ഓക്കെ, ദെൻ റൈറ്റ് സൈഡിൽ അസേഗസ് വെയിനും റൈറ്റ് വാഗസ് നെർവും. ഓക്കെ, റൈറ്റ് അസേഗസ് വെയിനും റൈറ്റ് വാഗസ് നെർവും 3. ലെഫ്റ്റ് സൈഡിലാകുമ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരും. ആർച്ച് ഓഫ് അയോർട്ട ഉണ്ടാകും. ഓക്കെ, ആർച്ച് ഓഫ് അയോർട്ട, ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി, പിന്നെ ഈ പറഞ്ഞ തൊറാസിക് ഡക്റ്റ് വരും, ലെഫ്റ്റ് ലങ് ആൻഡ് പ്ലൂറ, ലെഫ്റ്റ് റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവ്, ഡിസെൻഡിങ് തൊറാസിക് അയോർട്ട. ഇത്രയും കാര്യങ്ങൾ വരും. അവിടെ ഉള്ളത് 1, 2, 3, 4, 5, 6 ഉള്ളത്. അപ്പോൾ റൈറ്റിൽ മാത്രമാണ് 3. ബാക്കി ആൻറ്റീരിയറിലെയും പോസ്റ്റീരിയറിലെയും ലെഫ്റ്റിലും 6 റിലേഷൻസ് നമ്മൾ പറയുന്നുണ്ട്. സോ ഇത് റിലേഷൻ ഓഫ് ദി തൊറാസിക് പാർട്ട് ഓഫ് ദി ഈസോഫാഗസ് ആണ്. ഇനി അബ്ഡമിനൽ പാർട്ട് ഓഫ് ദി ഈസോഫാഗസ് പറയുമ്പോൾ ആൻറ്റീരിയറിൽ കാണുന്നത് പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദി ലെഫ്റ്റ് ലോബ് ഓഫ് ദി ലിവർ ആൻഡ് ലെഫ്റ്റ് ഗ്യാസ്ട്രിക് നെർവ്. പോസ്റ്റീരിയർ സർഫസ് ഓഫ് ദി ലെഫ്റ്റ് ലോബ് ഓഫ് ദി ലിവർ ആൻഡ് ലെഫ്റ്റ് ഗ്യാസ്ട്രിക് നെർവ്. പിറകിലായിട്ട് കാണുന്നത് ലെഫ്റ്റ് ക്രക്സ് ഓഫ് ദി ഡയഫ്രം ആൻഡ് റൈറ്റ് ഗ്യാസ്ട്രിക് നെർവ്. ഓക്കെ,
ഇത്രയാണ് അബ്ഡോമിനൽ പാർട്ട് ഓഫ് ദി ഈസോഫാഗസ്. ഇനി ആർട്ടീരിയൽ സപ്ലൈ, വീനസ് ഡ്രെയിനേജ് ആൻഡ് ലിംഫാറ്റിക് ഡ്രെയിനേജ്. ഓക്കെ, പിന്നെ നെർവസ് സപ്ലൈ. ഇത്രയും കൂടെ ഉള്ളൂ. സോ നമുക്ക് arterial supply നോക്കാം. So blood supply to the cervical part is by inferior thyroid arteries. Neck region ആണല്ലോ വരുന്നത്. So it is by the inferior thyroid arteries. Then to the thoracic part is by the esophageal branches of descending thoracic aorta and bronchial arteries. Bronchial arteriesൻ്റെയും descending thoracic aortയുടെയും esophageal branches ആണ്. ഇനി abdominal പാർട്ടിൽ വരുന്നത് branches of left gastric artery and left inferior phrenic artery. So എന്തൊക്കെയാണ്? cervical part, neck region വരുമ്പോൾ inferior thyroid arteries. ഇനി thoracic പാർട്ടിൽ വരുമ്പോൾ thoraxൽ എന്തൊക്കെയുള്ളത്? bronchus, liver, ലങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ descending thoracic aorta and bronchial arteries. ഇനി abdominal പാർട്ട് വരുമ്പോൾ esophageal branches of left gastric artery and left inferior phrenic artery. ഇത്രയാണുള്ളത്. ഇനി ഇതുപോലെയൊക്കെ തന്നെയാണ് വീനസ് ഡ്രെയിനേജ്. സർവൈക്കൽ പാർട്ടിൽ സെയിം തന്നെയാണ്, ഇൻഫീരിയർ തൈറോയ്ഡ് വെയിൻ തന്നെയാണ്. തൊറാസിക് പാർട്ടിൽ വരുമ്പോൾ അസൈഗസ് ആൻഡ് ഹെമി അസൈഗസ് വെയിൻ. നമ്മൾ ഫിഗറിൽ കണ്ടല്ലേ, റിലേഷനിൽ പറഞ്ഞതുപോലെ അസൈഗസ് ആൻഡ് ഹെമി അസൈഗസ് വെയിൻ. ആൻഡ് അബ്ഡോമിനൽ പാർട്ട് 2 വീനസ് ചാനലുണ്ട്. ഒന്ന് ഹെമി അസൈഗസ് വെയിൻ ആണ്, ആൻഡ് ഇറ്റ് ഈസ് എ ട്രിബ്യൂട്ടറി ഓഫ് ദി ഇൻഫീരിയർ വെയിൻ കാവ. രണ്ടാമത്തത് ലെഫ്റ്റ് ഗാസ്ട്രിക് വെയിൻ ആണ്, ട്രിബ്യൂട്ടറി ഓഫ് ദി പോർട്ടൽ വെയിൻ. സോ ഇവിടെ നമുക്ക് പോർട്ടോകേവൽ അനസ്റ്റമോസിസ് ഒരു ക്ലിനിക്കൽ ഫീച്ചറാണ്. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ കൊണ്ടുണ്ടാവുന്നത്. സോ അതിൻ്റെ ക്ലിനിക്കൽ പാർട്ടൊന്ന് നോക്കി വെച്ചേക്കുക. സോ നമ്മുടെ എന്താണ് ആർട്ടീരിയൽ സപ്ലൈ, ഇൻഫീരിയർ തൈറോയ്ഡ് ആർട്ടറി, ഡിസെൻഡിങ് thoracic aorta, then bronchial artery, left gastric artery and left inferior phrenic artery, venous drainage, inferior thyroid veins, asagus and hemiasagus vein, then left gastric vein. The lymphatic drainage from the cervical part, the lymph is drained into deep cervical lymph node. From the thoracic part, posterior mediastinal lymph node. Abdominal part in left gastric lymph node. Nervous supply, parasympathetic and sympathetic fibers ആണ്. Parasympathetic fibers derived from the recurrent laryngeal nerve and esophageal plexus formed by the vagus nerve provide sensory, motor, secretomotor supply to the esophagus. Sympathetic fibers T5 മുതൽ T9 വരെയുള്ള സെഗ്മെൻറ്റ്സ് ആണ്. സെൻസറിയും വാസോമോട്ടറും ആണ് അതിൻ്റെ ഫങ്ഷൻ. സോ ഇത്രയാണ് നമുക്ക് ഈസോഫാഗസിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. സോ മെയിനായിട്ടും അതിൻ്റെ കോഴ്സ്, കർവേജർ, എന്താണ് 2 ടൈപ്പ് കർവേജർ, പിന്നെ കൺസ്ട്രക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് ലെവലിൽ വരുന്നു എന്നുള്ളതൊക്കെ, ഈസോഫാഗസിൻ്റെ പാർട്ടും റിലേഷനും, ആർട്ടീരിയൽ സപ്ലൈ ആൻഡ് വീനസ് ഡ്രെയിനേജ്. സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു.